അവളുടെ 2 കുട്ടി കമ്മൽ കൊണ്ടിട്ടൊക്കെ കണ്ടുമ്പോൾ അയ്യോ എന്ത് ക്യൂട്ടല്ലേ. ഇത് കൊണ്ടിട്ടിട്ട് പറഞ്ഞു ഇത് അമ്മ സൂക്ഷിച്ച് വെച്ചോണേ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് തന്നത് എൻ്റെ കയ്യിൽ. ഇത് അവളുടെ. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ, ബ്ലോഗോ ഭയങ്കര അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എൻ്റെ കുറച്ച് സീക്രട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എഴുതി. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാലോ, ഒരു ബോക്സാണ്, അതിനകത്ത് കുറേ കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാം. അതിന് മുമ്പിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീഡിയോ പോകാം. ഇത് നമ്മുടെ കമ്മൽ ബോക്സാണ്. ബോക്സ് ഞാൻ റീസെൻ്റ് വാങ്ങിയതാണ് കേട്ടോ, പുതിയ ബോക്സാണ്. അതിൻ്റെ എന്താ പറയുക, ടാഗ് വരെ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ പഴമയുടെ മാധുര്യം ഉള്ള കുറേ സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ പലർക്കും എന്താ ഈ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ വാങ്ങുകയാണ്, അപ്പോൾ അത് ഇല്ലാതായി പോയി. പക്ഷെ നമുക്കത് കളയാൻ മനസ്സിലായത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. അത് എത്ര കൊല്ലമായാലും നമ്മൾ ഇപ്പോൾ നമ്മൾ വയ്ക്കും, നമ്മൾ റൂമിൽ ഒരു ഷെൽഫിലാണ് വയ്ക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ മാറ്റി ഇവിടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. ആക്രി നമ്മൾ വീട്ടിലുള്ളവർ പറയും. അങ്ങനെ എത്ര പേർക്ക് അങ്ങനെ വീട്ടുകാരെന്ന് കേട്ടിട്ടുണ്ട്, കുറേ ആക്രി സാധനങ്ങളായിട്ട് നടപ്പുണ്ട് എന്ന് കേട്ടിട്ടുള്ളവർ വീട്ടിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ പോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കാറില്ല, അത് സൂക്ഷിച്ചിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനം കേട്ടോ. അപ്പം ഇതിൽ ഒത്തിരി കമ്മൽ കളക്ഷൻ ഉണ്ട്. നമ്മളൊരു ഇയർ പറയുകയാണെങ്കിൽ 2010 മുതൽ ഞാൻ കമ്മൽ കളക്ഷൻ ആരംഭിച്ചതാണ്. കാരണം അന്ന് മുതലാണ് ഞാൻ ഇങ്ങനെ പുറത്തുനിന്നുള്ള കമ്മലുകൾ അധികം ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ആ സമയം മുതലാണ്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ നമ്മളെ ഗോൾഡിൻ്റെ ഇങ്ങനത്തെ സ്റ്റഡ് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കാതിൽ എനിക്ക് അങ്ങനെ ഹെവി ആയിട്ടുള്ള കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാതിൽ വേദന എനിക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ വർഷങ്ങൾ മാറുന്നവരും പുതിയ വെറൈറ്റി ഇറങ്ങുമ്പോൾ ഇടാൻ കൊതി കാരണം ഞാൻ കുറേ വാങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും നീട്ടിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കമ്മൽ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ബോക്സ് വാങ്ങിയെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കി അവിടെ ഇവിടേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ അത് നല്ലതും ചീത്തയായി പോകും. അപ്പോൾ അത് ഇടാൻ വേണ്ടി ഞാൻ നല്ല രീതിക്കുള്ള വലിയൊരു ബോക്സ് തപ്പി നടന്നു. ശരിക്കും കിട്ടിയില്ല. കിട്ടിയ ബോക്സ് ഞാൻ ഇങ്ങനെ വാങ്ങി കേട്ടോ. അതിലിപ്പോൾ അത്യാവശ്യം വന്നിട്ട് 6 അറാസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കൈ കിട്ടിയതെല്ലാം പറക്കി ഇങ്ങനെ ഇട്ടു. ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് തരംതിരിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എനിക്കിതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ കമ്മൽ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ ജിമിക്കാസിൻ്റെ പല വെറൈറ്റികൾ എന്തേ കാണാം. ഏതൊരു മോഡേൺ കമ്മൽ എടുത്താലും അതിൻ്റെ അടുത്തൊരു ജിമിക്ക കാണാം. അതൊരു പ്രധാനമായിട്ടൊരു ഉദാഹരണമാണ് ഈ ജിമിക്ക കണ്ടോ, കാണാൻ പറ്റുന്നതല്ല കണ്ടോ. ഇതിൽ 2 യൂസാണിത്. ഫസ്റ്റ് യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ കാണതിൽ കണ്ടോ പെയർ ചെയ്യാം. രണ്ടാമത് നമുക്ക് ജിമിക്ക ബോറായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ജിമിക്ക മാറ്റിയിട്ട് ഈ പീക്കൊക്കെ ഉണ്ട്, ഈ സ്റ്റഡ് മാത്രമായിട്ട് ഉണ്ട്, നമുക്കിങ്ങനെ ഇത് വെയർ ചെയ്യാം കണ്ടോ. ഇങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത ഒരു ഫേവററ്റ് കമ്മൽ, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ജിമിക്കാണ്. ഇതിലും ജിമിക്കുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കഷ്ടപ്പാടാണ്, നമുക്ക് വേണമെങ്കിൽ മുത്തൊക്കെ മാറ്റിയിട്ട് നമുക്ക് റിങ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ വെയർ ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ വെറൈറ്റി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചതിന് തന്നെ എല്ലാം പീക്കോക്കിൻ്റെ ഒരു ചെറിയ ടച്ച് ഉണ്ട് കണ്ടോ. ഇതാണ് വെറൈറ്റി ആയിട്ട് വേറൊരു കമ്മൽ വരുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു 2014 ആ സമയത്തുള്ള കമ്മലാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് പിന്നെ പുതിയതായിട്ട് ഞാനിപ്പോൾ വാങ്ങിയത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കമ്മലാണ് കേട്ടോ. പക്ഷേ ഞാനത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടത്. നല്ല നമുക്ക് കുർത്തിയിലൂടെയും നമുക്ക് ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മോഡലാണ് കേട്ടോ. ഇത് 2010 ആ ടൈമിലെ കമ്മലാണ്. പക്ഷേ ഇത് ആരും വിശ്വസിക്കില്ല അങ്ങനെ പറയുമ്പോൾ, കാരണം ഇത്രയും വർഷം ഇങ്ങനെ ഇരുന്നൊന്ന് നോക്കും, ക്ലിയർ ആവുന്നില്ലല്ലോ കണ്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ആക്ച്വലി ഇതൊക്കെ ചെറുതായിട്ട് ഫെയ്ഡായി, ഇതിൻ്റെ സ്റ്റോണൊക്കെ ഇളയിപ്പോൾ. ഇത് നമ്മൾ ടിഷ്യൂ പേപ്പറല്ലേ, നമ്മൾ ഇതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അന്ന് പുറത്ത് വയ്ക്കും, ടേബിളിൽ എവിടെയെങ്കിലും വയ്ക്കും. കാരണം നമ്മൾ ആ വിയർപ്പൊക്കെ ഇത് ജസ്റ്റ് പറ്റി കാണുമല്ലോ, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി ടേബിളിൻ്റെ എവിടെയെങ്കിലും വെച്ചിരിക്കും. പിന്നെ എടുത്ത് ടിഷ്യൂ പേപ്പറിൽ ഞാനിങ്ങനെ പൊതിഞ്ഞ് ആണ് ഞാൻ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് ഇത് ചീത്തയായി പോകത്തില്ല. എത്ര വർഷം വേണമെങ്കിലും ഇതിങ്ങനെ ഇരിക്കും. പിന്നെ തുരുമ്പടത്തോടെ ഒടിഞ്ഞു പോകണമെങ്കിലേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് ഇത്. അതും അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോണിൻ്റെ ഒക്കെ ഈ കമ്മലൊക്കെ ഇറങ്ങിയത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ എത്ര പഴക്കം ചെയ്യുന്ന കമ്മലാണ് ഇതൊക്കെ. പക്ഷേ ഇത് ക്ലിയർ ആവുന്നു കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഞാൻ ഇതൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ടിഷ്യൂവിൽ പൊതിഞ്ഞ് വെക്കും. സെപ്പറേറ്റ് ടിഷ്യൂവിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പൊതിഞ്ഞ് വെക്കും. അതുകൊണ്ടാണ് എൻ്റെ കമ്മലുകളൊന്നും നശിച്ച് പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഒടിഞ്ഞൊക്കെ പോകുന്ന കമ്മലാണ് കേട്ടോ. പിന്നെ അടുത്ത വരുന്നത് ഈ ഒരു ടെമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മോഡലാണ്. ഇതിലും ജിമിക്കുണ്ട്. ഇത് 3 യൂസാണ്. ഫസ്റ്റ് യൂസ് ഞാൻ പറയാം, നമുക്ക് സ്റ്റഡായിട്ട് ഇങ്ങനെ മടക്കി ഇത് കളഞ്ഞിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ജിമിക്ക വേണ്ടെങ്കിൽ ജിമിക്ക റിമൂവ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ എന്താ കണ്ടോ, ജിമിക്ക റിമൂവ് ചെയ്ത് നമുക്കത് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ജിമിക്ക ഇട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 3 ഞാൻ ഒരു കമ്മൽ വാങ്ങുമ്പോൾ അതിൻ്റെ 3 ആയിട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ജിമിക്ക മോഡൽ മാത്രമാണെങ്കിൽ നമുക്ക് ജിമിക്കായിട്ട് മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നോക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കമ്മൽ വാങ്ങുമ്പോൾ കേട്ടോ. പിന്നെ ഈ ഒരു മോഡൽ, ഇതും അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. ഇത് 2014 ലാസ്റ്റ് ആ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതും ഞാൻ ഈ സ്റ്റോൺ ഉള്ളതെല്ലാം ഞാൻ ടിഷ്യൂവിൽ പോയിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കമ്മലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇളകി പോകുന്നുള്ള പേടി വേണ്ട. അതുകൊണ്ട് പിന്നെ എനിക്ക് പീക്കോക്കിൻ്റെ ഒക്കെ ഡിസൈൻ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൻ്റെ വേറൊരു സ്റ്റേറ്റാണ് ഇത്. ഞാൻ പറയുന്നത് കുട്ടികളിൽ എല്ലാം കുറച്ച് ജിംക്കാസ് മാത്രമാണ്. പിന്നെ വരുന്നത് നമുക്ക് സാരിയൊക്കെ സെറ്റ് സാരി കൊടുക്കുമ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഓഫീസ് വെയറാണ് കണ്ടോ. ഇതും 2 യൂസാണ്. നമുക്ക് ജിമിക്ക മാറ്റിയാൽ സ്റ്റഡായിട്ട് വരാം. ആരും പറയില്ല ജിമിക്ക ഉണ്ടായിരുന്നു എന്നൊക്കെ ഇരിക്കും. അടിപൊളിയല്ലേ, ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഇതിൻ്റെ ഈ ഒരു കമ്മൽ തന്നെ വേറെ കളർ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഈ 2 ഡ്രസ്സും ഇല്ല, ഈ കളറിൽ 2 ഡ്രസ്സും ഇല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് വാങ്ങി. പിന്നെ ഒരു സമയത്ത് നമുക്ക് ട്രെൻഡിങ് ആയിരുന്നല്ലോ മാച്ചിന് മാച്ച്. ഇപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല മാച്ചിന് മാച്ചാണെന്ന്. എല്ലാം വെറൈറ്റി ആയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ
ഇത് വേറൊരു സ്റ്റഡാണ്. ഇത് വെറും 20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ 1-2 പ്രാവശ്യം ഇട്ടുള്ളൂ. നല്ല കണ്ടോ, ഇത് ഫെയ്ഡായി ആ ഗോൾഡിൻ്റെ അവിടെയൊക്കെ മാക്സിമം പോയത്. ഇത് 20 രൂപ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഇരിക്കുന്ന ഗ്ലാസ് എന്ന് വെച്ചാൽ പ്യുവർ ഗ്ലാസ് ആണ് കേട്ടോ. അത്യാവശ്യം സൂക്ഷിച്ചിട്ട് നമ്മുടെ കയ്യിൽ കഴിയും. പിന്നെ എനിക്ക് ഏറ്റവും എനിക്ക് കുറച്ച് ഫേവററ്റ് കമ്മലുണ്ട്. അതായത് ഞാൻ റെഫ്യൂസ് ചെയ്യുന്ന കുറച്ച് കമ്മലുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഇതാക്കിയത്. ഇത് ഞാൻ ജീൻസിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും എല്ലാം ഞാൻ വെയർ ചെയ്യുന്നൊരു കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതുപോലത്തെ കമ്മൽ പ്രശ്നമുണ്ട്. അപ്പോൾ ആളെനിക്ക് തന്നതാണ്. നല്ല ഭംഗിയില്ലേ? ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ്. പിന്നെ അടുത്തത് വരുന്നതും നമുക്ക് പോലെ കമ്മൽ കളയുന്നത് ജിംക തന്നെയാണ്. കണ്ടില്ലേ, ഇതിലും പീക്കോക്ക്. ഞാൻ പീക്കോക്കും ജിംകയൊക്കെ വിട്ട് എനിക്കൊരു ക്രേസാണ്. അപ്പോൾ അത് എല്ലാവരും പറയുന്നത് ഈ ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഇത് വേറൊരു മോഡലാണ് കേട്ടോ. പിന്നെ വേറൊരു കമ്മൽ ഇതും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു കളർ കൂടെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടും കൈ നല്ലപോലെ വേദനിക്കും. പക്ഷേ കൈയില്ല, സോറി, നല്ലപോലെ വേദനിക്കും. പക്ഷേ ഞാനിത് ഇങ്ങനെ റിങ് ആയിട്ടിട്ടാൽ എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ആലോചിക്കാൻ. പക്ഷേ നല്ലൊരു ഹെവി, നല്ല രസമുണ്ടല്ലേ. ഒരു ഇടിയെ കിട്ടിയ നല്ല വേദന കാണും, പക്ഷെ കുഴപ്പമില്ല. പിന്നെ വരുന്നത് എന്തെങ്കിലും കുറച്ച് ഗോൾഡ് അല്ല, നേരത്തെ കാണിച്ച കമ്മലുണ്ടല്ലോ. നേരത്തെ ഞാൻ കാണിച്ചതാണ് ഈ കമ്മലിൻ്റെ തന്നെ വേറൊരു പാക്ക്. ഇത് നമ്മൾ നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണിയിട്ടും, കാരണം സ്റ്റോൺ ഇറങ്ങിപ്പോയാൽ പിന്നെ അതായിക്കൊള്ളത്തില്ല കേട്ടോ. ഇതും ഞാൻ അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്യുന്നത് കമ്മലുണ്ട്. ഇത് യൂസ് ചെയ്ത് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞു. ടിഷ്യൂ പേപ്പർ കുറേ ടിഷ്യൂ കുന്നുകൂട്ടി ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതാണേ. ഇപ്പോഴല്ല, സോറി, ഇതല്ല, കഴിഞ്ഞ ഓണത്തിന് ഞാൻ വാങ്ങിയ ഒരു കമ്മലാണ് കേട്ടോ. ജിംക, പച്ച ജിംക. ഞാൻ റെഡ് തപ്പിയാണ് പോയത്, പക്ഷേ റെഡ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പച്ചയിലും നോക്കി. കൊള്ളാമല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു, റീസെൻ്റ്ലി എന്നെ പറ്റിച്ച ഒരു കമ്മൽ ഞാൻ കാണിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പറ്റിപ്പ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു കമ്മൽ കേട്ടോ, അത്യാവശ്യം നല്ലൊരു കമ്മലാണ് കേട്ടോ. ശകലം വെയിറ്റ് ഉണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഏതെങ്കിലും കേട്ടോ ഒരു നല്ല ലുക്ക് കിട്ടുന്നില്ലേ. അപ്പോൾ എന്നോട് ഇത് വെയർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ വെഞ്ഞാറമൂട് നട്ടോ. ഞാൻ വാങ്ങിയത് വെഞ്ഞാറമൂട് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടുത്തെ ഒരു ഫാൻസി ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150. ഈ 150 എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്താ, ഇനി എന്നെ പറ്റിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഇത്തവണ ഓണത്തിന് ഞാൻ കമ്മൽ വാങ്ങാൻ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ വാങ്ങാൻ നോക്കും, ഭയങ്കര റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും നമ്മൾ സാധാരണക്കാർക്ക് അത്രയും റേറ്റ് കൊടുത്തിട്ട് ഇവർ ജിംക വാങ്ങിയിട്ടുണ്ട് നടക്കാനുള്ള ഇതില്ല. അതുകൊണ്ട് ഞാൻ എന്താ കടയിൽ പോയി വാങ്ങുമ്പോൾ ഇവിടെ റേറ്റ് കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കടയിൽ പോയപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150. ഓൺലൈനിലും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ കമ്മൽ വാങ്ങിയത്. കളർ പോകത്തില്ല, പിന്നെ നല്ല ഗുഡ് ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗൊന്നും കുഴപ്പമില്ല കേട്ടോ. കളർ പോകത്തില്ല, മുത്തൊന്നും ഫേഡ് ആവത്തില്ല, മറ്റാണ് ചപ്പാണ് ചേർന്ന് കുറേ വാഗ്ദാനങ്ങളൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, നല്ലതാണ്, നിങ്ങൾ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, ഇവിടെ അടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ചു. ഞാൻ അങ്ങനെ ഇത് വാങ്ങിച്ചു. അപ്പോൾ കളർ പോകത്തില്ല എന്ന മെയിൻ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ കമ്മൽ വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ കളറൊക്കെ പോയി. ഞാൻ ആകെ ഒരൊറ്റ പ്രാവശ്യമാണ് ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളത്. തിരുവോണത്തിൻ്റെ അന്ന് മാത്രം ഞാൻ ഉപയോഗിച്ചു. കണ്ടോ, ഈ താഴത്തെ ഇവിടെ കൊടുത്തിരിക്കുന്ന അധികം ഇതല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും കളർ പോയി. ഈ മുത്തിൻ്റെ എല്ലാം ഹാങ് ചെയ്തിരിക്കുന്ന എല്ലാ ഹോൾസിൻ്റെയും കളർ പോയി. ഫുൾ കളറും പോയിട്ട് നല്ല റേറ്റും പറഞ്ഞാൽ നല്ല രീതിക്ക് അങ്ങ് പറ്റിച്ചു. പക്ഷേ ഞാനവിടെ പോയിട്ട് ഞാനടുത്ത് കാര്യം പറഞ്ഞ് പറഞ്ഞു, അത് കമ്മലൊക്കെ അങ്ങനെയൊക്കെ പോകും. ഇങ്ങനെ പറ്റിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങുന്നത്. അപ്പോൾ ഈ പൈസ എന്ന് പറയുന്ന സാധനങ്ങൾ ആർക്കും വെറുതെ കിട്ടുന്നൊരു കാര്യമില്ലല്ലോ അല്ലേ. അത് കളയട്ടെ, പോട്ടെ, അവർക്ക് പറ്റിയെന്ന് പറയാം. പിന്നെ വരുന്നത് ഇത് വന്നിട്ട് 2011 മോഡൽ കമ്മലാണ്. ഇതുവരയ്ക്കും ഒരു കുഴപ്പവും പറ്റാത്ത കമ്മലാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് കല്യാണിൽ നിന്നാണ്, നമ്മുടെ കല്യാൺ സിൽക്സ് പാളയത്തുള്ള. അപ്പോൾ അവിടെ നിന്ന് സത്യം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇത്രയും വർഷമായിട്ടും ഇതൊന്നും ഞാൻ ടീഷർട്ടൊന്നും പോയിരുന്നെന്ന് വെച്ചിട്ട് നല്ല റിഫ്യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. പക്ഷേ സംഭവം പൊളിയാണ്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു പണ്ടത്തത് ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ആളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെ നല്ല ഭംഗിയുള്ള അടി കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 2 സ്റ്റഡ്. കൊള്ളാല്ലേ? ഇതും അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൽ മാലയുണ്ട്. ഇത് എനിക്ക് വാങ്ങിച്ചതല്ല, എൻ്റെ ഇവിടുത്തെ രാജകുമാരിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ അവർക്ക് ഞാൻ ഇത് കൊടുത്തില്ല. ഇത് ഞാനിങ്ങനെ എടുത്ത് മാല വെക്കാൻ കൊടുത്തു. പിന്നെ വരുന്നത് ഈ ഒരു ഇതാണ്. ഇത് 2009 സാധനമാണ്. 10 എന്നല്ല, 2009. ഞാനിത് വാങ്ങിച്ചിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പറയാൻ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ സത്യമാണ്. എനിക്ക് ഈ ഡ്രസ്സ് അല്ല, ഈ കമ്മൽ എനിക്ക് കംഫർട്ടബിൾ അല്ല. ഞാൻ ഡ്രസ്സ് ഇതിൽ മാച്ചിലുള്ള ഡ്രസ്സ് എടുത്തിട്ട് കമ്മലെടുത്ത് അതിലിങ്ങനെ വയ്ക്കും. പക്ഷേ എനിക്ക് സാധനം കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ നല്ലോണം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ആളും പുളു പറയാം, നീ എന്തിനാ ഇങ്ങനെ പുളു പറയുന്നതെന്ന് പറയും. പക്ഷേ എനിക്ക് പുളു പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളെന്തിനാ ഇത് അത്രയും വർഷമായിട്ട്, അതായത് ഇപ്പോൾ വർഷങ്ങൾ നമ്മൾ ജനിച്ച് നമ്മൾ ഒത്തിരി അറിവ് നമ്മൾ 10ലും 9ലും 8ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ വരെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു കമ്മലിൻ്റെ കാര്യം മാത്രമാണ് പറയേണ്ട കാര്യമില്ല. പിന്നെ വരുന്നതാണ് നല്ലത്. ഇത് എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അമ്മ നല്ല സെലക്ഷനുള്ള ആളാണ്. കമ്മലൊക്കെ വാങ്ങാനായിട്ട് അമ്മയെ കൊണ്ടുപോയത് പൊളിയാണ്. നല്ല ഡിസൈൻ നോക്കി വാങ്ങും, നല്ല ഭംഗിയാണല്ലേ. പക്ഷേ നമുക്ക് ആ ഡിസൈൻ കാണാൻ ഭംഗി ഇതാന്ന് തോന്നും. പക്ഷേ നമ്മളത് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റഡാണ്. ഇതിലൂടെ മാലയുണ്ട്. മാല ഞാൻ നിങ്ങൾക്ക് പിന്നെ മാലയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഒത്തിരി കളക്ഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ലേഡീസിന്
ഒരു പെൺകുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ, ജനിച്ചൊരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഓർണമെന്റ്സുകൾ വാങ്ങിക്കൂട്ടാൻ നോക്കും. അപ്പോൾ എൻ്റെ മോള്, എൻ്റെ ആദ്യത്തേത് എനിക്ക് മോളാണ് കേട്ടോ, രണ്ടാമത്തത് ഒരു ചട്ടം ചെറുക്കനാണ്. അപ്പോൾ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞവള് ജനിച്ച് ഒരു വയസ്സായപ്പോൾ തൊട്ട് ഞാൻ അവൾക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങാൻ തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഇടും കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിച്ചതിൽ ഒരു മാല മാത്രം അവൾ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം ഇടുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾ അത് മാത്രം യൂസ് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാം അവൾ യൂസ് ചെയ്യും. ഞാൻ അതുകൊണ്ട് ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും, ഇപ്പോൾ സ്കൂളിലാകുമ്പോൾ ഓരോരോ ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ഞാൻ പുതിയതിങ്ങനെ നമുക്ക് മീഷോയും ഫ്ലിപ്പൊക്കെ ഇങ്ങനെ കിടക്കല്ലേ, അതുകൊണ്ട് ഓരോന്നായിട്ട് ഞാനിങ്ങനെ അവൾക്ക് വാങ്ങും. പക്ഷേ മാല അവൾ എനിക്ക് തരത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ ആൾ തരത്തില്ല. കമ്മൽ അമ്മ എടുത്തോ, മാല എനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു കമ്മലാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള കമ്മലാണ്. പിന്നെ എൻ്റെ കമ്മൽ കളക്ഷനിൽ അവളുടെ 2 കുട്ടി കമ്മൽ കൊണ്ടിട്ടിങ്ങനെ കണ്ടു. അയ്യോ എന്ത് ക്യൂട്ടല്ലേ. ഇത് കൊണ്ടിട്ടിട്ട് പറഞ്ഞു, ഇത് അമ്മ സൂക്ഷിച്ച് വെച്ചോണേ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് തന്നത് എൻ്റെ കയ്യിൽ. ഇത് അവളുടെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഫംഗ്ഷന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അന്ന് അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അതായത് ക്ലാസ് എല്ലാ പെൺകുട്ടികളും കമ്മൽ ഈ ഒരു ബ്ലാക്ക് കണ്ടിട്ടുള്ളത്. ഞാനത് അവൾ ആദ്യത്തെ കമ്മൽ, അതായത് സ്കൂൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ആദ്യത്തെ കമ്മലാണ് അവൾക്ക് വേണ്ടിയിട്ട് അവൾ ഇടുകയും ചെയ്തു. അതുകൊണ്ട് ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഏജിലാണ് എൻ്റെ മോള്. അപ്പോൾ അവൾ എന്താ പറയുക, ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പോയി അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് അവളും കൂടെ വന്ന് ഇതെടുത്തു നിങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ചെയ്ത് ഇതെനിക്ക് ഭയങ്കര എൻ്റെ ഹാർട്ടിൽ ഞാൻ വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറയും ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ അമ്മ ഓരോന്നിങ്ങനെ വാങ്ങി തരാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ മാല അവളുടെ കസ്റ്റഡിയിലാണ്. അത് അവൾ വന്നാൽ മാത്രമേ എനിക്ക് എടുക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. നമ്മളെല്ലാവർക്കും ഒരു പ്രൈവസി കൊടുക്കണമല്ലോ. അപ്പോൾ അവളുടെ കാര്യത്തിൽ അവളമ്മ ഇതിവിടെ ഇരിക്കട്ടെ, ഇത് എടുക്കല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഞാനത് നേരത്തെ മാറ്റി പിടിക്കുക ചെയ്യും. എന്നാലും അത് ഓപ്പൺ ചെയ്ത് ഞാൻ എടുത്ത് ഇങ്ങനെ ഷോ ചെയ്യില്ല കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വന്നിട്ട് കാണിച്ചാൽ മതി, ഞാൻ പറഞ്ഞതല്ലേ, ഇത് എനിക്കുള്ളതല്ലേ. അപ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യുമ്പോൾ അത് അവർക്കും നമ്മളത് തിരിച്ച് റെസ്പെക്ട് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓക്കെ അമ്മ നോക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ അമ്മ നോക്കിക്കോ, അത് പീപ്പിളിനെ അത് കാണിക്കരുത് എന്നവൾ പറയുമ്പോൾ ഞാൻ ഇല്ല കാണിക്കില്ല. അപ്പോൾ അതൊരു വിശ്വാസമാണ് കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അവൾ വന്നിട്ട് അവളുടെ സാധനം അവളെ തന്നെ കാണിച്ചു. ഒത്തിരി ഉണ്ട് കേട്ടോ അവളെ കയ്യിൽ. അതിൽ നിന്ന് ഞാൻ അടിച്ച് മറ്റൊരു കമ്മലാണ് അടിച്ച് മറ്റുള്ള അവൾ തന്നു. കാരണം അവൾ അറിയാണ്ട് ഞാൻ വല്ലതും ഇട്ടിട്ട് പോയാൽ പബ്ലിക്കായിട്ട് അവളെ നാട്ടിക്കും. അവൾ ഓപ്പണായിട്ട് പറയും, ഇത് എനിക്കുള്ളതല്ലേ, ഇത് അമ്മ എന്തിനെടുത്തിട്ടത്, ഇത് എന്ത് പിന്നെ അത് ഊരി കൈ കൊടുക്കുന്നത് വരെ ഏത് ഫംഗ്ഷനിലാണോ ഞാൻ നിൽക്കുന്നത് അവിടെ ഫുൾ അവളെ നാട്ടിക്കേക്കാണ് അവളെ പ്രധാന പരിപാടി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉള്ള അബദ്ധങ്ങളൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കമ്മൽ കളക്ഷൻ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ കമ്മൽ കളക്ഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ പ്രോഡക്റ്റുകളും കുറേ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ നൊസ്റ്റാൾജി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നൊസ്റ്റുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. എന്നൊന്നും ഞാൻ വീഡിയോ നിങ്ങൾ നിർപ്പിക്കുന്നില്ല, കാരണം നമ്മൾ പുതിയൊരു ചാനൽ ആയതുകൊണ്ട് നമുക്ക് പതുക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. എൻ്റെ ചെറിയ വലിയ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം.